ശ്രീമന്നാരായണീയം ദശകം 5 വിരാട് പുരുഷോൽപത്തി. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 3. ഏവം ച ദ്വിപരാർത്ഥകാലവിഗതാ വീക്ഷാംസ സൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം. മായാദഖലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധുസ്തസ്യാ സഹായ ക്രിയാം. ഏവം ഇപ്രകാരം ദ്വിപരാർത്ഥകാല വിഗതൗ ച രണ്ട് പരാർത്ഥം സംവത്സരങ്ങൾ കടന്നു പോയപ്പോഴാകട്ടെ. ഇവിടെ രണ്ട് പരാർത്ഥകാലം ഇങ്ങനെ പ്രളയകാലമായിട്ട് അങ്ങോട്ട് കടന്നുപോയി. പ്രളയകാലത്തെക്കുറിച്ച് എല്ലാം പ്രപഞ്ചത്തിലുള്ള സർവ്വതും ഭഗവാനിലേക്ക് ആ സമയത്ത് ലയിച്ചു പോയി എന്ന് നമ്മൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ കണ്ടു. ഇങ്ങനെ രണ്ട് പരാർത്ഥകാലം അങ്ങനെ കടന്നുപോയി. ഇവിടെ 50 ബ്രഹ്മവർഷത്തെയാണ് ഒരു പരാർത്ഥം എന്ന് പറയുന്നത്. ഒരു ബ്രഹ്മാവിന്റെ കാലം എന്ന് പറയുന്നത്, കാലാവധി എന്ന് പറയുന്നത് 100 ബ്രഹ്മവർഷമാണ്. അതിന് ഒരു പര എന്ന് പറയും ആ കാലത്തിന്. ഇവിടെ ഒരു പരാർത്ഥം കടന്നുപോയി. അതായത് ഒരു പരാർത്ഥം എന്ന് പറഞ്ഞാൽ 50 ബ്രഹ്മവർഷം. അങ്ങനെ ഇവിടെ രണ്ട് ബ്രഹ്മവർഷങ്ങൾ, 100 ബ്രഹ്മവർഷം. അതായത് 2 ബ്രഹ്മവർഷം എന്നല്ല, 100 ബ്രഹ്മവർഷം, 2 പരാർത്ഥം അങ്ങോട്ട് കടന്നു പോയി കഴിഞ്ഞപ്പോൾ, വിഗതൗ എന്ന് പറഞ്ഞാൽ ഇവിടെ കടന്നു പോയി കഴിഞ്ഞപ്പോൾ, ത്വയി അങ്ങ് ഭഗവാൻ നിന്തിരുവടി, സുസൃക്ഷാത്മിക സുസൃക്ഷാസ്വരൂപത്തിലുള്ള, ഇവിടെ സൃഷ്ടിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി, ഈക്ഷാം വിഭ്രാണേ, ഈക്ഷണം എന്ന ക്രിയയെ കൈക്കൊള്ളുന്ന, അതായത് സൃഷ്ടിക്കാനുള്ള ആ ആഗ്രഹത്തോടു കൂടി 100 ബ്രഹ്മവർഷം അങ്ങോട്ട് കടന്നു പോയപ്പോൾ, 2 പരാർത്ഥം കടന്നു പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും സൃഷ്ടിക്കാനുള്ള ആ ആഗ്രഹത്തോടു കൂടിയുള്ള ആ ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട്, ത്രിഭുവനീഭാവായ, ഇവിടെ ആ നോട്ടം കൊണ്ട് ത്രിഭുവനം എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങളും, അതായത് 14 ലോകങ്ങളും, ഭുവനത്രയം. അപ്പൊ ഭഗവാന്റെ ആ ഒരു നോട്ടം എന്ന ക്രിയയെ കൈക്കൊള്ളുന്നവനായപ്പോൾ ഈ ഭുവനത്രയമായി തീരുവാൻ വേണ്ടി മായ സ്വയം ചുക്ഷുഭേ, മായ തന്നെത്താൻ ഇളകി വശായി, ക്ഷോഭിച്ചു, മായയ്ക്കൊരു ഇളക്കം തട്ടി എന്നർത്ഥം. ഇവിടെ എല്ലാം ഭഗവാനിലേക്ക് ലയിച്ചു കിടക്കുകയാണ്, സർവവും നിശ്ചലമായിട്ടിരിക്കുകയാണ്. ആ സമയത്ത് 2 പരാർത്ഥകാലം അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ സൃഷ്ടിക്കാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഒരു നോട്ടം നോക്കി മായയെ. ആ മായയെ നോക്കിക്കഴിഞ്ഞപ്പോൾ മായയ്ക്കൊരു ഇളക്കം സംഭവിച്ചു. ആ മായ ത്രിലോകങ്ങളായിട്ട്, 14 ലോകങ്ങളുമായിട്ട് തീരാൻ ആയിട്ട് ഭഗവാൻ നോക്കി ആ മായയെ ഇളക്കി, ഒരിളക്കം വരുത്തി.
ഈ 14 ലോകങ്ങളായിട്ട് തീരാൻ വേണ്ടിയിട്ട്. കാലശക്തി മായാത ഖലു, ആ മായയിൽ നിന്ന് തന്നെ കാലശക്തി അഖിലാദൃഷ്ടം, കാലം എന്ന ശക്തിയും സുകൃത ദുഷ്കൃത രൂപമായ എല്ലാ രൂപങ്ങളും, എല്ലാ അദൃഷ്ടവും, കാണാൻ പറ്റാത്തതും കാണാവുന്നതും ഒക്കെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സ്വഭാവ അപിച്ച, സ്വഭാവവും പ്രാദുർഭൂയ, തെളിഞ്ഞു വന്നിട്ട്, കാലമെന്ന ശക്തിയും സുഹൃത ദുഷ്കൃത രൂപമായിട്ടുള്ള എല്ലാ അദൃഷ്ടവും, കാണാൻ പറ്റാത്തതായിട്ടുണ്ടായിരുന്ന എല്ലാവും സ്വഭാവവും ഒക്കെ തെളിഞ്ഞു വന്നിട്ട്, ഗുണാൻ വികാസ്യ, ഗുണങ്ങളെ 3 ഗുണങ്ങളെ വികാസ്യ വികസിപ്പിച്ച്, വ്യാപന ശീലമുള്ളവയാക്കിയിട്ട്, എല്ലായിടത്തേക്കും ആ ഗുണങ്ങൾ പരക്കുന്ന ശീലമുള്ളവയാക്കിയിട്ട്, തസ്യ സഹായക്രിയ, ആ മായയ്ക്ക്, തസ്യ ആ മായയ്ക്ക് സഹായക്രിയ, സഹായമായി നിൽക്കുക എന്ന ആ ക്രിയയെ, പ്രവൃത്തിയെ വിദതു, ചെയ്തു. ഇവിടെ ഇപ്പോൾ 2 പരാർത്ഥകാലം, അതായത് 100 ബ്രഹ്മവർഷം. ദേവവർഷം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ 360 വർഷമാണ് ഒരു ദേവവർഷം. മനുഷ്യന്റെ ഒരു വർഷം 360 ദിവസമാണ് ദേവന്മാർക്ക് ഒരു ദിനമായിട്ട് കണക്കാക്കുന്നത്. 12,000 ദേവവർഷമാണ് ഒരു ചതുർയുഗം, 4 ചതുർയുഗങ്ങളും കൂടെ കൂടിയത്. 1000 ചതുർയുഗമാണ് ഒരു ബ്രഹ്മദിനം, 2 കൽപ്പം എന്ന് പറയും. അതായത് ഒരു ദിവസം മുഴുവനും ഉള്ളത്. 50 ബ്രഹ്മവർഷം ഒരു പരാർത്ഥം, 100 ബ്രഹ്മവർഷം ഒരു പര എന്നിങ്ങനെ കാലഗണന. ഒരു ബ്രഹ്മാവിന്റെ ആയുസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ബ്രഹ്മാവ് എത്ര കാലമാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ അത് 100 ബ്രഹ്മവർഷം എന്നാണ് അതിൻ്റെ കണക്ക്. അത് കഴിഞ്ഞാൽ പ്രളയമായി, പിന്നെ വീണ്ടും വരും, വീണ്ടും പുതിയ ബ്രഹ്മാവ് വരും. അങ്ങനെയാണ്, അതൊരു പദവിയാണ്. ദേവേന്ദ്രൻ്റെയും ബ്രഹ്മാവിൻ്റെയൊക്കെ ഒരു പദവിയാണ്, മാറി മാറി വരും. ഇവിടെ അങ്ങനെ 2 പരാർത്ഥകാലം അങ്ങോട്ട് കടന്നുപോയി. ഈ പ്രളയം വന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ ഭഗവാൻ സൃഷ്ടിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി ഒരു നോട്ടം നോക്കി മായയെ. അപ്പോൾ മായയ്ക്ക് ത്രിലോകങ്ങളായി തീരുവാനായിട്ട് ആണ് ഭഗവാൻ നോക്കിയത്. അപ്പോൾ മായയ്ക്ക് ഒരു ഇളക്കം സംഭവിച്ചു. അല്ലെങ്കിൽ ഉറച്ചിരുന്ന ആ മായയെ ഒന്ന് ഇളക്കി ഭഗവാന്റെ നോട്ടം കൊണ്ട്. ആ മായയിൽ നിന്നും കാലശക്തിയും അദൃഷ്ടങ്ങളും സ്വഭാവങ്ങളും എല്ലാം തെളിഞ്ഞു വന്ന് 3 ഗുണങ്ങളും വികസിച്ചു വന്ന് ആ മായയ്ക്ക് തന്നെ സഹായികളായിട്ട് വർത്തിച്ചു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.